Coming to chapter 10, vector algebra എന്നുള്ള ചാപ്റ്ററിൽ we are dealing with vectors. Vectors എന്താണെന്നുള്ളത് നോക്കാം. So first we have come across mass and time. Mass, time എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മാസ് ആൻഡ് ടൈമിൽ അറിയാം ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൺലി എ ക്വാണ്ടിറ്റി. ഒരു ഡയറക്ഷൻ എന്നുള്ളത് അവിടെ വരുന്നില്ല. ആ ക്വാണ്ടിറ്റി മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. വെറാസ് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ട് ഇതിലും നമുക്കറിയാം ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് ഡയറക്ഷൻ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ടു ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് വെയർ വൺ വിച്ച് ഡീൽസ് വിത്ത് ഓൺലി ക്വാണ്ടിറ്റി മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സ്കാലാർ ക്വാണ്ടിറ്റീസ്. ഇതിനെയാണ് സ്കാലാർ ക്വാണ്ടിറ്റീസ് ആയിട്ട് പറയുന്നത്. സോ മാസ് ആൻഡ് ടൈം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കാലാർ ക്വാണ്ടിറ്റി. ആ സമയത്ത് ക്വാണ്ടിറ്റിയും ഡയറക്ഷൻ, ക്വാണ്ടിറ്റി മീൻസ് മാഗ്നിറ്റ്യൂഡ്, a quantity which has both magnitude and direction, that is called vector quantity. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും റെപ്രസെൻറ്റ് ചെയ്യുക, ബോത്ത് വരുന്നതിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഒരു എക്സാമ്പിളാണ് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും. എ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ കൺസെപ്റ്റ് ബേസ്ഡ് ഓൺ വെക്ടേഴ്സ് ആണ് പഠിക്കുന്നത്. ഇനി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇൻ ദിസ് ഫോം, വെക്റ്റർ എ ബി റെപ്രസെൻറ്റഡ് വിത്ത് ആരോ. ആ ആരോ മാർക്ക് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനാണ്. ഇവിടെ എയിന്ന് ബിയിലേക്ക് പോകുന്ന ഡയറക്ഷനാണ് കാണിക്കുന്നത്. ആൻഡ് ഇയർ എ ഈസ് കോൾഡ് ദി ഇനീഷ്യൽ പോയിൻറ്റ്. എയിനെ ഇനീഷ്യൽ പോയിൻ്റ് ആയിട്ട് പറയും. ആൻഡ് ബി ഈസ് കോൾഡ് ദ ടെർമിനൽ പോയിൻറ്റ്. And B is called the terminal point. So vector AB, it is read as vector AB. ഇതിനെ വായിക്കുന്നത് vector AB എന്നാണ്. Or simply we can also write it as vector A. Vector A എന്നും എഴുതാറുണ്ട്. So for vector AB എന്നുള്ളതിൽ A initial point, B terminal point, ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് A ഇന്ന് ബിയിലേക്കാണ്. So vector AB എന്നുള്ളതിൽ നിന്ന് the initial point A, terminal point B എന്നറിയാം, and the distance between A എന്നും B എന്നുള്ളതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ വെക്ടർ എന്ന് പറയുന്നത്. സോ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ മോഡുലസ് ഓഫ് എ ബി. ഇറ്റ് ഈസ് റെഡ് ആസ് മോഡുലസ് ഓഫ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി. മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ വെക്ടർ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആ ഇനിഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻ്റ് ഇടയിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലെങ്ത് ഓഫ് ദ വെക്ടർ, ആൻഡ് ദിസ് ഈസ് ഓൾസോ സെയിം ആസ് റൈറ്റിംഗ് വെക്ടർ മോഡുലസ് എ ഓർ സിംപ്ലി എ. വിത്തൗട്ട് ആരോ മാർക്ക് എഴുതുകയാണെങ്കിൽ അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് സൂചിപ്പിക്കുന്നത്, ഓർ വിച്ച് ഈസ് ഓൾസോ കോൾഡ് ദ ലെങ്ത് ഓഫ് ദ വെക്ടർ. സോ magnitude or length of a vector എന്ന് പറയുന്നത് modulus of vector A ആണ്. Now പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നാൽ എന്താണെന്ന് നോക്കാം. പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് let P be a point in space. P x y z കോർഡിനേറ്റ്സ് ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. Now with P as x, y, z and consider O the origin. O origin ആയിട്ടും എടുക്കാം. Now the vector quantity, the vector OP is called the position vector of P with respect to O. Position vector of P എന്ന് പറയുന്നത് OP vector ആണ്, and it is directed from O to P, from origin to P. Similarly ഏതൊരു ലെറ്റേഴ്സിന് നമുക്ക് പൊസിഷൻ വെക്ടർ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഒ എ വെക്ടർ റെപ്രസെൻറ്റ്സ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് എ വിത്ത് റെസ്പെക്ട് ടു ഒ ആസ് ദി ഒറിജിൻ. അവിടെ ഒ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്, ഇറ്റ്സ് ദ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് എ ഇസ് ദ ടെർമിനൽ പോയിന്റ്. സിമിലർലി ഒ ബി, ഒ സി all represents the position vector of the respective point B and C. ഇതിനെല്ലാം യൂഷ്വലി വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ. സോ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിൻ്റ് എന്ന് പറയുന്നത് ഒ പി വെക്ടർ ആണ്, where P is a point in space with respect to O as the origin. Now
OP vectorന്റെ length of the vector എന്തായിട്ട് വരും or the magnitude. By using distance formula, it is root of x square plus y square plus z square ആണ്. Where x, y, z is the point in space of P. P എന്നുള്ള പോയിന്റ് സ്പേസിലാണ്, അതിൻ്റെ റെസ്പെക്റ്റീവ് കോർഡിനേറ്റ്സ് ആണ് x, y, z. So length of the vector or magnitude of the vector OP vector എന്ന് പറയുന്നത് root of x square plus y square plus z square by using distance formula. Direction cosines എന്നാൽ എന്താണെന്ന് നോക്കാം. What do you mean by direction cosines? അതിനായിട്ട് consider x, y, z axis which are mutually perpendicular. X axis, y axis, z axis mutually perpendicular ആയിട്ട് കൺസിഡർ ചെയ്യാം. Consider OP as the point. P എന്നുള്ള ഒരു പോയിന്റ്, let it be a point in space. സ്പേസിൽ P, x, y, z എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. So correspondingly with respect to O as the initial point, അതായത് OP എന്നുള്ള വെക്ടർ കൺസിഡർ ചെയ്യുക. OP vector represents position vector of P and അതിനെ vector R എന്ന് represent ചെയ്യാം. OP vector let it be vector R. ഇനി ചെയ്യാൻ പോകുന്നത് if this point അതായത് OP vector let it make angle alpha, x ആക്സിസിലെ ആൽഫ എന്നുള്ള ആംഗിളും y ആക്സിസിലെ ബീറ്റ and z axis gamma. OP vector let it make angles alpha, beta, gamma with respect to x, y and z axis. x, y, z axis ne respectively ആയിട്ട് OP vector എന്ന് പറയുന്നത് ആൽഫ എന്നുള്ള ആംഗിളും ബീറ്റ ആൻഡ് ഗാമ എന്നുള്ള ആംഗിളാണ് ഫോം ചെയ്യണമെന്ന് വിചാരിക്കാം. Then this alpha, beta, gamma എന്ന് പറയുന്നതിനെ direction angles എന്ന് പറയും. They are called the direction angles. And cosine of these direction angles, അതായത് cosine എന്ന് പറയുമ്പോൾ cos of alpha, cos beta, cos gamma എന്ന് പറയുന്നതിനെയാണ് നമ്മൾ direction cosines എന്ന് പറയുന്നത്. So cos alpha, cos beta, cos gamma എന്ന് പറയുന്നതിനാണ് direction cosines or we write it as DC. Direction cosines. So direction angles alpha, beta, gamma ആണെങ്കിൽ direction cosines എന്ന് പറയുന്നത് cos alpha, cos beta, cos gamma ആണ്. So given a vector, vector R, അതായത് OP വെക്ടറിൻ്റെ പൊസിഷൻ വെക്ടർ വെക്ടർ R ആണെങ്കിൽ if it makes angles alpha, beta, gamma with respect to x, y, z axis, then cos alpha, cos beta, cos gamma എന്നുള്ളതിനെയാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അതിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് L, M, N എന്നുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. സോ L is cos alpha, M is cos beta, N is cos gamma ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇൻ ജനറൽ L, M, N represents direction cosines of a vector. സോ OP എന്നുള്ള വെക്ടർ ആൽഫ, ബീറ്റ, ഗാമ ഡയറക്ഷൻ ആംഗിൾസ് ആണെന്നുള്ളത് അറിയാം. നൗ കൺസിഡർ ദ എക്സ് ആക്സിസ് OP വെക്ടർ P എന്ന് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് വരയ്ക്കുക. ലെറ്റ് ഇറ്റ് മീറ്റ് അറ്റ് A. സോ പി എക്സ് വൈ സെഡ് എന്നുള്ള ഒരു പോയിന്റ് ഇൻ സ്പേസ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റിലുള്ള പോയിന്റ് ആണ് എക്സ് എന്നുള്ളത്. സോ ഒ എ വിൽ റെപ്രസെൻറ്റ് ആസ് എക്സ് ആൻഡ് ഒ പി എന്നുള്ള വെക്ടർ ഇറ്റ് മേക്സ് ആംഗിൾ ആൽഫ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഫ്രം ദിസ് ട്രയാങ്കിൾ ഒ എ പി എന്നുള്ളതിന് കോസ് ആൽഫ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് ആംഗിൾ ഈസ് എക്സ് by hypotenuse is OP vector which is R. നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് എക്സ് ബൈ ആർ. സിമിലർലി ഒ പി എന്നുള്ള വെക്ടർ വൈ ആക്സിസും സെഡ് ആക്സിസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേമാതിരി കോസ് ബീറ്റ വൈ ബൈ ആർ കോസ് ഗാമ ഈക്വൽ ടു സെഡ് ബൈ ആർ എന്ന് എഴുതാവുന്നതാണ്. നൗ കൺസിഡർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ plus cos square gamma. Cos alpha എന്ന് പറയുന്നത് x by r. So cos square alpha x square by r square plus y square by r square plus z square by r square ആയിട്ട് വരും, which is equal to x square plus y square plus z square whole divided by r square. Now modulus of OP vector അറിയാം, മാഗ്നിറ്റ്യൂഡ് ആണ്. മോഡുലസ് ഓഫ് ഒ പി വെക്ടർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്, വിച്ച് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് നമ്മൾ കണ്ടു. സോ
OP വെക്ടറിന് വെക്ടർ R ആണെങ്കിൽ so we have modulus R is equal to root of x square plus y square plus z square. This implies R square is equal to x square plus y square plus z square എന്ന് എഴുതാം. അതായത് സ്ക്വയർ റൂട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇഫ് ഇറ്റ് ഈസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ദെയർഫോർ ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ളത് ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വരും വിച്ച് ഈസ് 1. സോ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്നുള്ളത് 1 ആയിട്ട് കിട്ടി. ഓർ ഇൻ ജനറൽ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാവുന്നതാണ്. So we have an important result. The sum of the squares of direction cosines is equal to 1. LMN എന്നുള്ളത് direction cosines ആണ്. So L square plus M square plus N square is equal to 1 ആക്കി എഴുതാവുന്നതാണ്. Now we have cos alpha is equal to x by r. From this x എന്നുള്ളത് cos alpha into r, y is cos beta into r, z is cos gamma into r, which is LR, MR, NR എന്ന് പറയാം. Because cos alpha is L, cos beta is M, cos gamma is N. So x, y, z എന്നുള്ളതിന് പകരം നമുക്ക് LR, MR, NR എന്ന് എഴുതാം. So given a point P, x, y, z in space, P എന്നുള്ള പോയിന്റ് സ്പേസിലുള്ളത് എക്സ് വൈ സെഡ് ആണെങ്കിൽ പി എക്സ് വൈ സെഡ് എന്നുള്ളത് നമുക്ക് പി എൽ ആർ എം ആർ എൻ ആർ എന്ന് എഴുതാവുന്നതാണ്. എക്സ് വൈ സെഡ് ക്യാൻ ബി റിട്ടൺ ആസ് എൽ ആർ എം ആർ എൻ ആർ. ഈ എൽ ഇൻറ്റു ആർ എം ഇൻറ്റു ആർ എൻ ഇൻറ്റു ആർ എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയും of the vector r, and it is proportional to, which is proportional to direction cosines. Directions cosines ന് proportional ആയിട്ട് വരുന്ന numbers അതാണ് ഈ എൽ ആർ എം ആർ എൻ ആർ. ഇതിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ റേഷ്യോസ് which we usually denote it as ABC. So direction ratios എന്ന് പറയുന്നത് proportional to direction cosines ആണ്. It represents a numbers. Say x, y, z ന് പകരം നമ്മൾ എൽ ആർ എം ആർ എൻ ആർ ആയി എഴുതി which is proportional to direction cosines. അതിനെയാണ് direction ratios എന്ന് പറയുന്നത്, which is denoted by ABC, small letter ABC alone. അതിൽ എൽ എം എൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ആൻഡ് റിമെമ്പർ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, അതായത് വെക്ടേഴ്സ് ഡിഫൈൻഡ് ഇൻ മെനി വേസ്. അതെന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് us കം ടു സീറോ വെക്ടർ. സീറോ വെക്ടർ എന്നാൽ എന്ത്? ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നൾ വെക്ടർ. സീറോ വെക്ടർ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും കോയിൻസൈഡ് ചെയ്യുക. സേ എ വെക്ടർ എഴുതുകയാണെങ്കിൽ അറിയാം ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും അവിടെ ഒരേ പോയിന്റാണ്. ഇറ്റ് ഈസ് എ എന്നുള്ള പോയിന്റ്. സോ ദർ ഇസ് നോ മാഗ്നിറ്റ്യൂഡ്, അതായത് ഡിസ്റ്റൻസ് ഇല്ല. Therefore, it is called zero vector. So, zero vector or it is also called null vector എന്നും പറയും. ഇത് where initial പോയിന്റും terminal പോയിന്റും coincide ചെയ്യുന്നത്. Next one is unit vector. Unit vector എന്നാൽ എന്ത്? Unit vector എന്ന് പറയുന്നത് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആയിട്ട് വരിക. ഏത് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിലും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്നറിയാം. അതിൽ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആയി വരുന്നതിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ ഒരു വെക്ടർ എ എന്നുള്ളതിൻ്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യണതാണ് ഇൻ ദിസ് ഫോം, റെഡ് ആസ് എ ക്യാപ്. എ ക്യാപ് എന്നാണ് ഇതിനെ വായിക്കുക. സിമിലർലി ബി ക്യാപ്, സി ക്യാപ്, ഓൾ ദിസ് റെപ്രസെൻറ്റ്, ഇതെല്ലാം യൂണിറ്റ് വെക്ടേഴ്സ്. ക്യാപ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ആ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും യൂണിറ്റി ആയിരിക്കും. സോ എനി യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ക്യാപ്. എ ക്യാപ് ഇസ് എ യൂണിറ്റ് വെക്ടർ. അടുത്തത് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. കോ ഇനീഷ്യൽ വി ആർ ഡീലിംഗ് വിത്ത് ഇനീഷ്യൽ പോയിന്റ്, അതായത് 2 or more വെക്ടേഴ്സ് വിത്ത് ദ സെയിം ഇനീഷ്യൽ പോയിന്റ്
രണ്ട് വെക്ടേഴ്സ് അറിയാം, എ ബി വെക്ടറും എ സി വെക്ടറും. ദീസ് ടു വെക്ടേഴ്സ്, ഈ രണ്ട് വെക്ടേഴ്സിൽ ഇനീഷ്യൽ പോയിന്റ് സെയിം ആണെന്നറിയാം. അതായത് എ ബി വെക്ടർ സ്റ്റാർട്ട്സ് വിത്ത് എ സി വെക്ടർ സ്റ്റാർട്ട്സ് വിത്ത് എ. അതായത് 2 or more വെക്ടേഴ്സ് വിത്ത് സെയിം ഇനീഷ്യൽ പോയിന്റിനെയാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. The next one, collinear vectors. Collinear vectors എന്ന് പറയുന്നത് 2 or more vectors which are parallel to the same line. ഒരേ ലൈനിൽ തന്നെ 2 or more, രണ്ടോ അതിൽ കൂടുതൽ വെക്ടേഴ്സ് ആ ലൈനിൽ തന്നെ പാരലൽ ആയിട്ട് വരിക. Then they are called collinear vectors. Another one is equal vectors. Equal vectors. Equal vectors from the name itself. Equal vectors. Vectors എങ്ങനെ ഈക്വൽ ആയിരിക്കും? അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ they should have the same magnitude ഉണ്ടായിരിക്കണം, സെയിം ഡയറക്ഷനിലും ആയിരിക്കണം. And we write it as vector A equal to vector B. വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി ആവണമെങ്കിൽ രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലും ഒരേ മാഗ്നിറ്റ്യൂഡും ആയിരിക്കണം. ദെൻ ദേ ആർ ഈക്വൽ വെക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് ദ നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ്, അതായത് ഇഫ് എ ബി ഈസ് എ വെക്ടർ, എ ബി എന്നുള്ള ഒരു വെക്ടർ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിൽ നിന്നാണെന്നറിയാം. ദ നെഗറ്റീവ് ഓഫ് ദിസ് വെക്ടർ ഈസ് ഡിനോട്ടഡ് ബൈ ബി എ വെക്ടർ. ബി എ വെക്ടർ ആണ് അതിൻ്റെ നെഗറ്റീവ് ഓഫ് ദ വെക്ടർ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് വരുന്നത് ബി ടു എ. ബട്ട് മാഗ്നിറ്റ്യൂഡ് വിൽ ബി ദ സെയിം, ബട്ട് ദെയർ ഡയറക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. അതിനെയാണ് നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്.